ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുകയാണ്. അടിക്ക് തിരിച്ചടി എന്ന പോലെ ആക്രമണവും നടക്കുന്നു. ഈ സാഹചര്യത്തിൽ ആണവ കേന്ദ്രങ്ങളുടെ സമീപത്ത് നിന്ന് ഒഴിയണമെന്ന് ഇറാൻ പൗരന്മാർക്ക് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിലെ ജനങ്ങൾ ആണവായുധ നിർമ്മാണ സൗകര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് ഇസ്രായേൽ സൈന്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത്. എല്ലാ ഇറാനിയൻ പൗരന്മാർക്കും അടിയന്തര മുന്നറിയിപ്പ്. സൈനിക ആയുധ നിർമ്മാണ ഫാക്ടറികളിലും അവയുടെ സഹായ സ്ഥാപനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികളും ഉടൻ തന്നെ ഈ പ്രദേശങ്ങൾ വിട്ടുപോകണമെന്നും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തിരികെ പോകരുതെന്നും അറിയിക്കുന്നു. ഇതാണ് സൈന്യത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പറയുന്നത്. അതേസമയം ഇറാനുമായി അമേരിക്ക ആണവ കരാറിൽ ഏർപ്പെടുന്നത് കാണാൻ ഇസ്രയേൽ തയ്യാറല്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി പറഞ്ഞു. ടെഹ്റാനിൽ നയതന്ത്രജ്ഞർക്ക് മുന്നിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ പദ്ധതി കൈവശം വെക്കാനുള്ള ഞങ്ങളുടെ അവകാശം എടുത്തുകളയാൻ ആർക്കും അധികാരമില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇന്നലെ മധ്യ ഇസ്രായേലിലെ ജാഫയിലും തെൽ അവീവിലുമുണ്ടായ ഇറാന്റെ പ്രത്യാക്രമണത്തെ തുടർന്ന് രാജ്യത്തുടനീളം ഭീതിയുടെ അന്തരീക്ഷം രൂപപ്പെട്ടുവെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ആക്രമണത്തിൽ ഇസ്രായേലിൽ 9 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും 35-ലധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനാൽ ഇറാനിലുള്ള US പൗരന്മാർക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. ഒരു കാരണവശാലും US പൗരന്മാർ ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇറാനിൽ നിന്ന് പുറത്തുപോകാൻ കഴിയാത്ത US പൗരന്മാർ അത്യാവശ്യമെങ്കിൽ സുരക്ഷിത താവളങ്ങളിൽ അഭയം തേടാൻ തയ്യാറാകണമെന്നും US അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ കാരണം ഇറാനിലുള്ള US പൗരന്മാർ സാരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. US സർക്കാരിന് ഇറാൻ സർക്കാരുമായോ നയതന്ത്രപരമായോ കോൺസുലാർ ബന്ധമോ ഇപ്പോൾ ഇല്ല. ടെഹ്റാനിലെ എംബസി വഴി പ്രവർത്തിക്കുന്ന സ്വിസ് സർക്കാർ ഇറാനിലെ USന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ശക്തിയായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് US സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ ഇറാന്റെ നദാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ നാശനഷ്ടമുണ്ടായതിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മാക്സർ ടെക്നോളജിയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ജനുവരി 24, ജൂൺ 14 എന്നീ ദിവസങ്ങളിലെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾക്കു നേരെയാണ് റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നത്. സംഭരണം മുതൽ ഉൽപാദനം വരെ നടത്തുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അണുബോംബ് ഉൾപ്പെടെ സൈനിക ആവശ്യങ്ങൾക്കാണ് ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു. ഊർജ്ജോൽപാദനം ഉൾപ്പെടെ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് അണുശക്തി പ്രയോജനപ്പെടുത്തുന്നതെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. എന്നാൽ ഇസ്രയേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. ഇറാൻ കഴിഞ്ഞ 20 വർഷത്തിൽ ഇതാദ്യമായി തങ്ങളുടെ പരിശോധകരുമായി സഹകരിക്കുന്നില്ലെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് കുറ്റപ്പെടുത്തിയിരുന്നു. രാജ്യത്തെ 3ാമത് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം ഉടൻ ആരംഭിക്കുമെന്നും പഴയ സെൻട്രിഫ്യൂജുകൾ മാറ്റി സ്ഥാപിക്കുമെന്നുമുള്ള പ്രഖ്യാപനമായിരുന്നു അന്ന് ഇറാന്റെ മറുപടി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.